കേരളത്തിൽ ഇന്നലെ 2000 രൂപ ഉയർന്നതിന് പിന്നാലെ ഇന്നും സ്വർണത്തിന്റെ വില വർദ്ധിച്ചു. ഇന്ന് 400 രൂപയാണ് കൂടിയത്. നിലവിൽ വിപണി സാഹചര്യം അത്ര സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ സ്വർണം തേടിയെത്തിയേക്കും. സ്വർണം സുരക്ഷിതമായ നിക്ഷേപമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഇത് ഒഴുക്കിന് സാധ്യത കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണവില ഇനിയും കുതിക്കും. ഇങ്ങനെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില വൻ കുതിപ്പ് നടത്തിയിരിക്കുകയാണ്. $3500 അടുത്തു. ഇതോടെ കേരള വിപണിയിൽ സ്വർണ്ണവില വൻതോതിൽ ഉയരുമെന്ന് കരുതിയെങ്കിലും പിന്നീട് ആശ്വാസ വിവരം എത്തി. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ചർച്ച ഈ ആഴ്ച സ്വിറ്റ്സർലാൻഡിൽ നടക്കും. ഈ വിവരം വന്നതോടെ സ്വർണം താഴേക്ക് വീണു. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കൂടിയെങ്കിലും ഭീമമായി വർദ്ധിച്ചിട്ടുമില്ല. പാകിസ്ഥാനിൽ ഇന്ത്യ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വിപണിയിൽ ആശങ്ക ബാക്കിയാക്കിയിട്ടുമുണ്ട്. പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് എത്തിയേക്കും. നിലവിൽ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ സൈന്യം ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാന്റെ പ്രതികരണം നോക്കിയ ശേഷവും ഇന്ത്യൻ സൈന്യം അടുത്ത നീക്കം നടത്തുകയുള്ളൂ. ലോകത്തെ പ്രധാന ആണവ രാജ്യങ്ങൾ പോരടിക്കുന്നതാണ് വിപണിക്ക് ആശങ്കയുണ്ടാക്കുന്നത്. പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിരാതെ പിന്മാറിയാൽ വിപണിക്ക് പ്രതീക്ഷയേറും. അതേസമയം ചൈന ഒഴികെയുള്ള ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ ഒപ്പം നിൽക്കുന്നതും നേട്ടമാണ്. അമേരിക്കൻ കേന്ദ്ര ബാങ്ക് ഇന്ന് പലിശ നയം പ്രഖ്യാപിക്കും. ഇതായിരുന്നു സ്വർണ്ണവില വരും ദിവസങ്ങളിൽ നിർണായകമാകുന്ന ഒരു ഘടകം. ഇന്ന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് 72,600 രൂപയാണ് വില. 700 രൂപയാണ് കൂടിയത്. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 9,075 രൂപയായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 7,455 രൂപയുമായി. വെള്ളിയുടെ വില ഗ്രാമിന് 108 എന്ന നിലയിലേക്ക് തുടരുകയാണ്. ആഗോള വിപണിയിൽ സ്വർണ്ണവില 3,377 ആയി താഴ്ന്നിട്ടുണ്ട്. അതേസമയം ഉയരാമെന്നുള്ള സാധ്യതയാണ് സ്വർണത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വില പ്രവചനാതീതമാണ്. ഡോളർ സൂചിക കഴിഞ്ഞ ദിവസം അല്പം മെച്ചപ്പെട്ട് 100-ന് മുകളിൽ എത്തിയിരുന്നു. എന്നാൽ പിന്നീട് 99-ലേക്ക് താഴ്ന്നു. ഡോളർ കരുത്ത് കൂട്ടിയാലോ സ്വർണ്ണവില കുറയുകയുള്ളൂ. സ്വിറ്റ്സർലാൻഡിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ ചൈന വ്യാപാര ചർച്ച ഉറ്റുനോക്കുകയാണ് ലോകം. ലോകത്തെ ഈ രണ്ട് പ്രധാന രാജ്യങ്ങൾ പോരടിച്ചാൽ വ്യാപാര മേഖല പ്രതിസന്ധിയിലാകും. ഈ വേളയിൽ ഭയപ്പെടുന്ന നിക്ഷേപകർ സ്വർണം വാങ്ങി കൂട്ടുന്നതാണ് സ്വർണ്ണവില കൂടുന്നത്. കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണം ഇപ്പോൾ ഉള്ളത്. അതേസമയം ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞിട്ടുമുണ്ട്. യുദ്ധം വ്യാപിച്ചാൽ ഇന്ത്യൻ രൂപ കൂടുതൽ ദുർബലമാകും. നിലവിൽ ഡോളറിനെതിരെ 84.56 ആണ് രൂപയുടെ നിരക്ക്. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില ഉയർന്നത് $97,000 എത്തിയിട്ടുണ്ട്. ഇനിയും ഉയരുമെന്നാണ് സൂചികകൾ. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള വ്യാപാര കരാർ ഒപ്പുവെച്ചത് ഇന്ത്യൻ വിപണിക്ക് നേട്ടമാണ്. അതേസമയം ക്രൂഡ് ഓയിൽ വില കൂടി വരുന്നുണ്ട്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $62 പിന്നിട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ $60 താഴെയായിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം വെടിനിർത്തലിലേക്ക് കടക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ ഗാസ ആക്രമണം തുടരുകയാണ്. അതിനിടെയാണ് ഇന്ത്യൻ പാകിസ്ഥാന്റെ ഈ യുദ്ധവും നടക്കുന്നത്. ഈ സാഹചര്യം ആവശ്യ സാധനങ്ങളുടെ വില കൂട്ടിയേക്കും. കരിഞ്ചന്ത വിൽപ്പന വ്യാപകമാകാനുള്ള സാധ്യതയുമുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.